അറബിക് റൈസായ ചിക്കൻ മക്ലൂബയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കനും റൈസും പിന്നെ കുറേ വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. എനിക്ക് തോന്നുന്നു അറബിക് റൈസിൽ, അതായത് നമ്മൾ കഴിക്കുന്ന കബ്സ, മജ്ബൂസ് ഇതിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1200 ഗ്രാം ഉള്ള ഒരു ചിക്കനാണ്. അപ്പോൾ ഇത് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് സെല്ല റൈസ് ആണ്. അറബിക് റൈസിനൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്നത് ഈ സെല്ല റൈസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. കപ്സ റൈസ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തൂക്കി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. കണ്ണൂരിലുള്ള ഗ്രീൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കാറുണ്ട് ഇത്. അപ്പോൾ ഈ സെല്ല റൈസ് എന്ന് പറയുന്നത് ബസ്മതി റൈസ് തന്നെയാണ്, പാർബോയിൽഡ് ബസ്മതി റൈസ്. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം. ഇത് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ബസ്മതി റൈസ്, അതായത് സാധാ ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ സെല്ല റൈസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ്. എല്ലാ അറബിക് റൈസും, കപ്സ ആണെങ്കിലും മജ്ബൂസ് ആണെങ്കിലും ഒക്കെ ഈ സെല്ല റൈസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെയാണ് ഉണ്ടാവുക. പുഴുങ്ങിയെടുത്ത ബസ്മതി റൈസാണ്, ഇതുപോലെ നീളത്തിലുണ്ടാവും. ഞാനിന്ന് ചിക്കൻ മക്ലൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് സെല്ല റൈസാണ് എടുക്കുന്നത്. ഈ റൈസ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇതുപോലെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഇത് നന്നായിട്ട് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മക്ലൂബക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ വട്ടത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത് 2 സവാള, 2 ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, ചെറിയ തക്കാളിയാണ്, പിന്നെ 2 ക്യാരറ്റ്, അതുപോലെ ഒരു വഴുതനങ്ങ, ഒരു വലിയ വഴുതനങ്ങ, ഒരു ക്യാപ്സിക്കം, പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഒരു ക്യാപ്സിക്കവും ഒരു സവാളയുമാണ്. ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിൽ ഞാൻ 10 അല്ലി വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണ്, ഇത് 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 6 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് അത് ചൂടാക്കാൻ വേണ്ടി വെക്കുക. പാത്രം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർക്കാം. ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ബട്ടറോ മറ്റോ ചേർക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, ടേസ്റ്റ് കുറയും. ഇതിലേക്ക് 3 പട്ട, 3 ഏലക്കായി, 3-4 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ചേർക്കാം. അത് ചേർത്ത് അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഇതുപോലെ ഒന്ന് നന്നായി സോഫ്റ്റായി കിട്ടിയാൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ അറബിക് മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. അറബിക് മസാലപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ ചേർക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ട് വഴറ്റണം. ചിക്കൻ്റെ പിങ്ക് കളർ മാറിയിട്ട് നല്ലൊരു വൈറ്റ് കളർ ആവണം. അത്ര വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ വാട്ടറാണ്, ചൂടുവെള്ളമൊന്നുമല്ല. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ചിക്കൻ്റെ വേവിനനുസരിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിലോ ബട്ടറോ ഗീയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്യാം. വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്യാറില്ല. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് എല്ലാ സ്ഥലത്തും ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ക്യാരറ്റും കൂടി ഫ്രൈ ചെയ്യാം. ബാക്കിയുള്ള സ്ഥലത്ത് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടി വെച്ച് കൊടുക്കാം. ക്യാരറ്റ് കുറച്ച് മാത്രമേ ഉള്ളൂ. ക്യാരറ്റും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് വഴുതനങ്ങ ഫ്രൈ ചെയ്യാം. വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതിലിനി ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി സവാളയും തക്കാളിയൊക്കെ ഓയിൽ ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. സവാള റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി ഫ്രൈ ചെയ്യാം. തക്കാളിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ വെജിറ്റബിൾസും റൈസും ഒക്കെ കൂടി ഒരുമിച്ച് കഴിക്കാൻ. അപ്പോൾ ഈ വെജിറ്റബിൾസ് നമുക്കിവിടെ മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ മാത്രം എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ മുഴുവനും ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് അളന്നെടുക്കണം. നമ്മൾ 3 കപ്പ് സെല്ല റൈസാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് 4.5 കപ്പ് വെള്ളം വേണം. അതായത് 1 കപ്പ് സെല്ല റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഗ്രേവിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അതിൻ്റെ വെള്ളം കണക്കാക്കി എടുക്കുന്നത്. ഈ ഗ്രേവി ഞാനൊരു മഗ്ഗിലേക്ക് ഒഴിക്കുകയാണ്. ഈ മഗ്ഗ് 3 കപ്പിൻ്റെ അളവാണ്. അപ്പോൾ ഈ മഗ്ഗിൽ നിറയെ ഗ്രേവി ഇല്ല. അപ്പോൾ 3 കപ്പ് തികച്ചില്ല. അപ്പോൾ തികക്കാൻ വേണ്ടിയിട്ട് ഈ മഗ്ഗിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുകയാണ്. നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളന്നിട്ടുള്ളത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ 3 കപ്പ് ഗ്രേവി ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കാം. അങ്ങനെ മൊത്തത്തിൽ 4.5 കപ്പ് വെള്ളം ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇത് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സെല്ല റൈസ് ഞാൻ വെള്ളം കളഞ്ഞെടുത്തതാണിത്. ഇത് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ തീ കുറച്ച് കൊടുക്കുക. തിളച്ചു തുടങ്ങിയാൽ തീ കുറച്ച് കൊടുത്തിട്ട് വേവിക്കാം. ചെറിയ തീയിൽ ഒരു 8 മുതൽ 10 വരെ മിനിറ്റ് സമയം കൊണ്ട് ഇത് നന്നായിട്ട് വെന്തോളും. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2-3 നുള്ളു ഉപ്പ്, കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ വരെ അറബിക് മസാല പൊടി, 2 ടേബിൾ സ്പൂൺ വെള്ളം, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്ത പേസ്റ്റ് ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ചിക്കനിൽ പിടിപ്പിക്കാം. സൂക്ഷിച്ച് വേണം ഇത് മിക്സ് ചെയ്യാൻ, കാരണം ചിക്കൻ വെന്തതുകൊണ്ട് പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്ത് പാനിൽ തന്നെ ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ചിക്കൻ മുഴുവനും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. കാരണം ഈ ചിക്കൻ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന മുളകൊന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ മാത്രം മതി. 2 വശവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി. തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ വശവും കൂടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഈ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഈ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ വെന്ത് വരുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മാത്രം മതി. നമ്മൾ അടുപ്പത്ത് വെച്ച റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള വേവാണ്.
ഇനി റൈസ് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് നന്നായിട്ട് എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് ബട്ടർ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ആദ്യം ഉരുളക്കിഴങ്ങ് എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിൽ സവാള, പിന്നെ വഴുതനങ്ങ, ക്യാപ്സിക്കം, തക്കാളി, ക്യാരറ്റ് ഇത്രയും നിരത്തിയതിന് ശേഷം ചിക്കനും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ചിക്കനും കൂടി വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി വരെ റൈസ് ആദ്യം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഈ ക്യാപ്സിക്കം നിർബന്ധമൊന്നുമില്ല, ഇടയിൽ വെച്ച് കൊടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബാക്കി റൈസും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ബട്ടറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും റൈസിന്. ഇനി ഇത് അടച്ചു വെച്ച് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ട് ഒരു ചെറിയ തീയിൽ 5 മിനിറ്റ് ഇത് ചൂടാക്കി എടുക്കാം. നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ തന്നെ ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ചേർത്തിരുന്ന ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനെ അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. വലിയ ട്രേയോ അല്ലെങ്കിൽ വലിയ പ്ലേറ്റോ ഉണ്ടെങ്കിൽ അതിൽ തിരിച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഒരു പാനിലാണ് ഇത് തിരിച്ചിടുന്നത്. എന്നിട്ട് പതുക്കെ ഈ പാത്രം പുറത്തേക്ക് എടുക്കാം. ഇതുപോലെയാണ് ഈ റൈസ് ഉണ്ടാവുന്നത്. മുകളിൽ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആയിട്ട് താഴെ റൈസും ആയിട്ടാണ് ഇത് പൊതുവെ ഉണ്ടാവുന്നത്. നല്ല ഭംഗിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അറബിക് റൈസാണിത്. അപ്പോൾ നമുക്ക് നോമ്പിന് ഉണ്ടാക്കാനും പാർട്ടികളിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കാനും ഒക്കെ ഇത് നല്ലതാണ്. വളരെയേറെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്